ശ്രീ ആന്റണി വടക്കേക്കര, ഇതിപ്പോൾ ജനാധിപത്യപരമായി പ്രവർത്തിച്ചവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വിഷയമാണല്ലോ നമ്മളിപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ കാര്യം വിടാം. ഛത്തീസ്ഗഡ് സർക്കാർ വേറെ, അതൊരു വേറെ ലോകം. കേരളത്തിന് പുറത്തേക്ക് പോയാൽ മറ്റൊരു ലോകം, വടക്കേ ഇന്ത്യ മറ്റൊരു ലോകം എന്നൊക്കെ പറയാമെങ്കിലും കേരളത്തിലെ സ്ഥിതി എങ്ങനെയാണ്? കേരളത്തിലെ BJP വിഷയത്തിൽ രണ്ടായിരിക്കുന്നു. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ നിങ്ങളുടെ രക്ഷകരായി വരുന്നു. ഇപ്പോൾ പാർട്ടിയിലേക്ക് തന്നെ ക്രിസ്ത്യൻ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നു. ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പുറത്തൊരു വിഭാഗം നടത്തിയിരിക്കുന്ന പ്രതികരണം ഞാൻ വായിക്കാം. വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും സംഘത്തിന്റെ പരിവാർ സംഘടനകളാണെന്ന അടിസ്ഥാന ധാരണ പോലും ഇല്ലാത്തൊരാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് പിന്നിൽ സഭകളുടെ വലിയ ഇടപെടലുണ്ട്. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വന്നത് മുതൽ ഇന്ത്യയിൽ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് അവരുടെ സ്വപ്നങ്ങൾ കരിച്ചു കളഞ്ഞത്. അടുത്ത വരി ശ്രദ്ധിക്കണം. 2050ഓടെ ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള ഇവാഞ്ചലിസ്റ്റുകളുടെ പ്ലാൻ 11 വർഷമായി വർക്കൗട്ട് ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളൊരു വലിയ പ്ലാനുമായിട്ട് പ്രവർത്തിക്കുകയാണ്. 1.5 പതിറ്റാണ്ടായി ഗോവയിൽ BJP സർക്കാർ ഭരിക്കുന്നതും നോർത്ത് ഈസ്റ്റിലേക്ക് പാർട്ടി പടർന്നു പിടിച്ചതും കുരിശു കൃഷിക്കാർക്ക് സൃഷ്ടിച്ച തടസ്സം ചില്ലറയൊന്നുമല്ല. അപ്പോൾ എന്തിനേറെ പറയുന്നു, ഓൾ ഇന്ത്യ മതപരിവർത്തനത്തിന്റെ പ്രഭവ കേന്ദ്രമായ കേരളത്തിൽ പോലും താമര വിരിഞ്ഞു. മണിപ്പൂരിൽ ഡീപ് സ്റ്റേറ്റ് നടത്തിയ അട്ടിമറി നീക്കം പൂർണ്ണമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പോകുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടും 1 സീറ്റും നേടി കേരളത്തിൽ BJP ശക്തമായ മുന്നേറ്റം നടത്തുന്നുണ്ട്. ഇത് അവസരമായി കണ്ട് സഭ BJP ദേശീയ നേതൃത്വത്തെ സമീപിക്കുകയാണ്. FCRI ഫണ്ട് നിയന്ത്രണം എന്ന പതിവ് തർക്കം മറച്ചുവെച്ച് BJPയുമായി വിലപേശൽ ആരംഭിക്കുന്നു. അതങ്ങ് നീണ്ടു പോവുകയാണ്. ഈ വരികളിൽ നിന്ന് തന്നെ അങ്ങേക്ക് അറിയാമല്ലോ, ഇവിടെ കേരളത്തിലെ BJPയിൽ ഒരു വിഭാഗം നടത്തിയ പ്രതികരണമാണ്. അങ്ങ് ശ്രദ്ധിക്കണം. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സഭ? സ്മൃതി, കഴിഞ്ഞ 9 ദിവസമായി റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സഭാ നേതൃത്വവും സഭാവിശ്വാസികളും രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ നമ്മളൊരു ഫോക്കസ്ഡ് ആയിരുന്നു ഒരു വിഷയത്തിൽ. 10ാം ദിവസമായി ഇന്ന് ആ വിഷയത്തിൽ നിന്നും റിപ്പോർട്ടർ ചാനൽ മാത്രം വിചാരിച്ച് അതിൻ്റെ ഫോക്കസ് മാറ്റുകയും അതിന് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെ ഇടയിലുള്ള ഒരു വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള സ്മൃതിയുടെയും റിപ്പോർട്ടർ ചാനലിൻ്റെയും ഈ ഗൂഢശ്രമത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന് നിന്ന് തരാൻ ഞങ്ങളില്ല. കാരണം ഞാൻ വ്യക്തമായി തന്നെ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ മുട്ടുകുത്തിച്ചോ എന്നുള്ള നിങ്ങൾ എഴുതി കാണിക്കുന്ന വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള എഴുത്തിന് മറുപടി ഇതാണ്: ബജ്രംഗ് ദളിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മതിയായ തെളിവുകളില്ലാതെ തെറ്റായി രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി അവരെ മുട്ടുകുത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് വ്യത്യസ്തമായി യാതൊരു നിലപാടുകളുമില്ല. എല്ലാ സഭാപിതാക്കന്മാരും ഈ കാര്യത്തിൽ ഉറച്ച ശബ്ദത്തോടുകൂടെ തന്നെ സംസാരിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതിന് വ്യത്യസ്തമായി യാതൊരു അഭിപ്രായങ്ങൾക്കും ഇടയില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. BJP എന്ത് തീരുമാനിക്കുന്നു, അതിനൊരു ഫ്രാക്ഷൻ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതും നമ്മുടെ വിഷയമേ അല്ല. സഭയ്ക്കെതിരെ ഉയർത്തുന്ന ഗുരുതരമായ ആരോപണങ്ങളോട് സഭയ്ക്ക് പ്രതികരണമില്ലേ? സഭയ്ക്കെതിരെ ഉയർത്തുന്ന ഗുരുതരമായ ആരോപണങ്ങളോട് സഭയ്ക്ക് മറുപടിയില്ലേ? അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്രകാരം ആരെങ്കിലും അവിടെയും ഇവിടെ ഇരുന്ന് പറയുന്ന പ്രതികരണങ്ങളെ ഒരു ചാനലിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചർച്ചയാക്കി മാറ്റി അത് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ മതപരമായി മേലധ്യക്ഷന്മാരുടെ ഇടയിലുള്ള വ്യത്യസ്തമായ നിലപാടുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ശ്രമം അത് നിങ്ങളുടെ മാത്രം ശ്രമമാണ്. മാധ്യമങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടാകും, ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. ഞങ്ങളുടെ താല്പര്യം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു തീർക്കട്ടെ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശക്തമായ നിലപാടുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകയായ ജ്യോതി ശർമ്മ പോലീസിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്യുകയും അവരെ അർഹിക്കുന്ന ശിക്ഷ, മാതൃകാപരമായി ശിക്ഷ നൽകുകയും ചെയ്യണമെന്നുള്ള കാര്യം വളരെ സുചിന്തിതമായി തന്നെ പറയാണ്. പറഞ്ഞു തീരട്ടെ സ്മൃതി. അതുമായി ബന്ധപ്പെട്ട് CBCI എന്ന് പറയുന്ന ഭാരതത്തിലെ മെത്രാൻ സമിതി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അതോടെ ASM ഉള്ള ഗ്രീൻ കേസിൽപ്പെട്ട സഹോദരിമാരാണ് അറസ്റ്റിലായപ്പെട്ട ജാമ്യം ലഭിച്ച സിസ്റ്റർമാര്. അവരുടെ നേതൃത്വം അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കഴിഞ്ഞു. ഈ കേസിന് വേണ്ടിയിട്ട് പുറകെ നടന്നത് റായ്പൂർ രൂപതയുടെ ആർച്ച് ബിഷപ്പും അവിടുത്തെ വൈദികരുമാണ്. അവരതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ വശംവദരായി തീർന്ന
അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടു പോയ 3 പെൺകുട്ടികൾ കൃത്യതയോടുകൂടെ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പീൽ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ജ്യോതി ശർമ്മ എന്ന് പേരുള്ള ഈ സ്ത്രീയും അവരോട് കൂടെ വന്നവരും പറഞ്ഞ വാക്കുകൾ ഞാൻ ആ ഹിന്ദിയിൽ അവർ പറയുന്ന വീഡിയോയിൽ നിന്നും അതിന് മലയാള പരിഭാഷയൊന്നും എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? മുഖം ഞാൻ അടിച്ചു പൊട്ടിക്കും, പറഞ്ഞേക്കാം. വായ മൂടി ഇരുന്നാൽ മതി. ഞാൻ തെളിയിച്ചു പറയുകയാണ്, ഞങ്ങൾ ഗുണ്ടകൾ തന്നെയാണ്. വലിച്ചിറക്കി പുറത്തു കൊണ്ടുപോയി റോഡിലിട്ട് ഞങ്ങൾ തല്ലും. എന്താണ് മനസ്സിലായത്? എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ 2 എണ്ണം തരട്ടെ? ഇപ്രകാരമുള്ള വാക്കുകൾ ഇന്ന് പെൺകുട്ടികൾ 3 പേരും റിപ്പോർട്ടർ ചാനലിന്റെ വ്യക്തി തന്നെ റിപ്പോർട്ടറോടല്ലേ സംസാരിച്ചത്? നേരിട്ട അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? അവരെ റേപ്പ് ചെയ്യുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു. അത് പുറത്തുനിന്നുള്ള ഭീഷണിയല്ല, അകത്ത് മുറിയിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തൽ. 3 പേരും വ്യത്യസ്ത മുറികളിൽ വെച്ചാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്, മുഖത്തടിക്കുകയും ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ അതിൽ ആരെങ്കിലും ഒരാളുടെ മൊഴി മാറ്റിയാൽ മതിയല്ലോ, അതിനുവേണ്ടിയാണ് ആ ശ്രമം നടത്തിയത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ്. ഇപ്രകാരമുള്ള പലതരത്തിലുള്ള അവരെ മർദ്ദിച്ചുവെന്നും അതിൽ ആൺകുട്ടിക്ക് ചെവിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളോട് 3 പേരോടും വേറെ വേറെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി അവരെ പോലീസിന് മുൻപിൽ വെച്ച് ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ചോദ്യം ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക. അവരുടെ ബാഗുകൾ പരിശോധിക്കുക, അതിൽ ബൈബിള് കണ്ടപ്പോൾ ബൈബിൾ എടുത്ത് വലിച്ചെറിയുക. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ്? എന്തായാലും ഇത് എൻ്റെ ഇന്ത്യ അല്ല അങ്ങനെ നടക്കുന്ന ഇന്ത്യ. അത് നമ്മുടെ ഇന്ത്യ ആകരുത് അങ്ങനെ നടക്കുന്ന ഇന്ത്യ. ഫാദർ ആന്റണി വടക്കേക്കര, കുറച്ചു കാലമായി അവിടെ അതൊക്കെ നടക്കുന്നുണ്ട്. ഫാദർ ആന്റണി വടക്കേക്കര, ഇന്നിപ്പോൾ സിസ്റ്റർ പ്രീതിയുടെ സഹോദരൻ നമ്മളോട് സംസാരിച്ചു രാവിലെ ഈ പെൺകുട്ടികളുടെ പ്രതികരണത്തിന് ശേഷം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ അവിടെ കേസുണ്ട്, ആ കേസുമായി ബന്ധപ്പെട്ട് അവിടെ തുടരേണ്ടി വരും. അതിനുശേഷം അവിടെ പ്രവർത്തിക്കണമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്, അവിടെ പ്രവർത്തിക്കാനാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. സഭയെ സംബന്ധിച്ച ആശങ്കയുണ്ടോ? അവിടെ ഈ ഛത്തീസ്ഗഡ് പോലുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ബൈബിള് കണ്ടാൽ ഹാലിളകുന്ന അവസ്ഥ, കൊന്ത കണ്ടാൽ ഹാലിളകുന്ന അവസ്ഥ, അവരെങ്ങനെ പ്രവർത്തിക്കും ഫാദർ? മതേതര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് നമുക്ക് നൽകുന്ന ചില ഉറപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയും നമ്മുടെ മതസ്വാതന്ത്ര്യം, അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പൗരാവകാശങ്ങൾ ഇവയുടെ നിഷേധമാണ് സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ എവിടെയാണെങ്കിലും, മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്ന എവിടെയാണെങ്കിലും അവിടെയൊക്കെയും സ്വതന്ത്രമായി ഇപ്രകാരം ഒരു കാര്യം ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും മതപരമായ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്തല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് സ്മൃതിക്കും അറിയാം, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയും നമുക്ക് അനുവദനീയമായ ഭരണഘടന തന്നിരിക്കുന്ന അനുവാദങ്ങൾക്കനുസരിച്ച് മാത്രമേ ഞങ്ങൾ ജീവിക്കുന്നുള്ളൂ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ആഘോഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കണമെങ്കിൽ ബജ്റംഗ് ദളിന്റെ അല്ലെങ്കിൽ സംഘപരിവാരങ്ങളുടെ അനുവാദം വേണമെന്നൊക്കെയുള്ള തിട്ടൂരങ്ങളൊന്നും നടപ്പാകാൻ പോകുന്ന സ്ഥലമല്ല എന്ന് കൃത്യതയോടുകൂടെ തന്നെ പറയാം. ന്യൂനപക്ഷങ്ങൾ സംഘപരിവാരത്തിന്റെ അല്ലെങ്കിൽ ബജ്റംഗ് ദൾ പോലെയുള്ള തീവ്ര വർഗീയ സംഘടനകളുടെ തിട്ടൂരത്തിന് വേണ്ടി നോക്കി നിൽക്കേണ്ടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് കയ്യം കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. യാതൊരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇവിടെ പറഞ്ഞു, സഭാ നേതൃത്വത്തിന് ഇക്കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള വിഭാഗീയതയുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി വളരെ ഫോക്കസ്ഡ് ആയി മാധ്യമങ്ങളോട് ചേർന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ചേർന്ന് ഈ കാര്യങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ സഹോദരൻ വലതു നിരീക്ഷകനായി വന്നിരിക്കുന്ന മിഥുൻ നമ്മളെ അല്പം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ യാതൊരു തരത്തിലുമുള്ള കേസ് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടികളെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത്, ഈ സിസ്റ്റേഴ്സിനെതിരായിട്ട് അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. ആരാണ് ഈ TTRന് ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരെ വിളിച്ച് ഇവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുത്തത്? ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണോ? അതുപോലെ തന്നെ നമ്മുടെ പ്രമോദ് പുഴങ്കര ഇവിടെ സംസാരിക്കുകയുണ്ടായി, മതമേലധ്യക്ഷന്മാര് BJPയുമായിട്ട് സന്ധി ചെയ്യുന്നു എന്നൊക്കെ. രാഷ്ട്രീയ പാർട്ടികളോട് എല്ലാവരോടും ഞങ്ങൾക്ക് ഒരേ അകലവും ഒരേ തരത്തിലുള്ള അടുപ്പങ്ങളുമാണ് എന്നുള്ളത് ഞങ്ങളുടെ സുചിന്തിതമായ തീരുമാനവും നിലപാടുമാണ്. അടുപ്പം പുലർത്തുമോ എന്ന ചോദ്യമുണ്ടല്ലോ. അത് കേന്ദ്ര ഗവൺമെന്റിന്
കേന്ദ്ര സർക്കാരിനോടായാലും സംസ്ഥാന സർക്കാരിനോടായാലും സർക്കാരുകൾ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ സർക്കാരുകളോട് തീർച്ചയായും അതേ മനോഭാവത്തോടു കൂടെ തന്നെയാണ് എന്നും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസിന്റെ സർക്കാരാകട്ടെ, അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സർക്കാരാകട്ടെ, അല്ലെങ്കിൽ BJP-യുടെ സർക്കാരാകട്ടെ, നമ്മളെ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അല്ലെങ്കിൽ മന്ത്രിസഭയോട് നമുക്ക് എന്തിനാണ് ഇപ്രകാരമുള്ള ഒരു പകയോടുകൂടെ പെരുമാറേണ്ട കാര്യം? ഭയമാണോ ഭരിക്കുന്നതെന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ഭയമാണോ ഭരിക്കുന്നതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.